ഹാപ്പി വിഷു. ഇന്ന് നമുക്ക് വിഷുക്കണി പോലെ തിളങ്ങുന്ന ഒരു മാമ്പഴ പുഡിംഗ് തയ്യാറാക്കാം. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ രുചികരമാണ്. ഇത് നമുക്കിപ്പോൾ മാമ്പഴ സീസണാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാമ്പഴം വെച്ചിട്ട് ഈ മാംഗോ പുഡിംഗ് നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഇപ്പോൾ ചൂട് സമയമാണ്. പുഡിങ്ങൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇതുപോലെ തണുപ്പിച്ച് കഴിക്കാം. ഇനി നമുക്ക് മാമ്പഴ പുഡിംഗ് തയ്യാറാക്കുന്നതിലേക്കായി 2 പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. മധുരത്തിനായി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. പഞ്ചസാരയും ചേർക്കാം, മിൽക്ക് മെയ്ഡും ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കാം. ഇനി കുറച്ച് ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൈന ഗ്രാസ് ഇട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവറോ കസ്റ്റാർഡ് പൗഡറോ പാൽ കലക്കി എടുത്താലും മതി. നമുക്ക് മാംഗോ പുഡിംഗ് ഒന്ന് ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുന്നത്. ഇത് മാംഗോ ഇവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. കട്ടിക്കാണ് നമ്മളിത് അടിച്ചെടുത്തത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇത് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലവറോ ചേർക്കണമെങ്കിൽ അതിൽ പാൽ കലക്കി അത് വേണമെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് ചൈന ഗ്രാസ് ഉള്ളത് കൊണ്ട് കസ്റ്റാർഡ് പൗഡറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ചൈന ഗ്രാസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യണം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം തിളച്ച് വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടോടെ തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. നേരത്തെ ഒരു ബൗള് ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാതെ നല്ല തുടച്ച് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്കിത് ഈ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. നല്ലതുപോലെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം മാങ്ങ കൂടി മാങ്ങയുടെ ചെറിയ പീസ് കട്ട് ചെയ്ത് അതൊന്ന് വെറുതെ ഞാൻ ഡെക്കറേഷന് വേണ്ടി വെക്കുന്നതാണ്. ഇങ്ങനെ 4 സൈഡിലും ചെറിയ പീസ് മാങ്ങ കൂടി നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ നല്ലതുപോലെ ഉറയ്ക്കുകയുള്ളൂ.
വളരെ രുചികരമായ മാംഗോ പുഡിംഗ് തയ്യാറായി. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ എൻ്റെ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളും ഇതുപോലെ മാംഗോ പുഡിംഗ് തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വളരെ രുചികരമായ ഈ മാംഗോ പുഡിംഗ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം.